ഹായ് ഗൈസ്, ഇന്ന് അനുവിൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഞാനും ദേവും ഭാവനയും കൂടെ അവളുടെ വീട്ടിലോട്ട് സർപ്രൈസ് ആയിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ റെഡിയായി നിൽക്കുന്നേ ഉള്ളൂ. അവർ ദേവും ഭാവനയും തിരുമല എത്തിയിട്ടുണ്ട്. തിരുമലയാണ് അനുവിൻ്റെ വീട്. അപ്പോൾ തിരുമല എത്തിയിട്ടുണ്ട്. ഞാനിവിടുന്ന് ഇറങ്ങുന്ന ദേവ് പോയിക്കൊണ്ടിരിക്കുക, എന്നോട് ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ രാമചന്ദ്ര ടെക്സ്റ്റൈൽസിലെത്തി ഗൈസ്. ഇളവലാദികളെ വീണ്ടും നമുക്ക് കാണേണ്ടി വന്നു. ഇവളുണ്ടല്ലോ, പറയാനുണ്ട്. അത് നമുക്ക് ഇച്ചിരി ലേറ്റായി, ഇച്ചിരി കേക്കിനൊക്കെ ഓർഡർ എടുത്തോ? അതെ, നമ്മൾ കേക്കിന് ഓർഡർ കൊടുത്തു. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, അവൾ അവിടെ ഇല്ലെങ്കിൽ അത് ഞങ്ങൾ വിചാരിച്ചു. നീ എടുക്കണ്ട. ഈ സാരിയാണ് ഇപ്പൊ തൽക്കാലം നമ്മൾ സെലക്ട് ചെയ്തേക്കണം. പോകുന്ന ഗൈസ് സാരി തപ്പി. ഭാവന ശ്രീകുമാർ നമ്മൾ ഗിഫ്റ്റ് മേടിച്ച് നമ്മൾ ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. റാപ്പ് ചെയ്ത് മേടിച്ച് നമുക്ക് ഇനി അവൾ വീട്ടിലുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാം. ബർത്ത്ഡേ പ്രമാണിച്ച് അവൾ എവിടെയെങ്കിലും പോയിക്കാം. ഏറ്റവും അടുത്ത വലിയ ടെൻഷൻ, അവൾ അവിടെ കാണുമോ? അവളോട് ഇല്ലെങ്കിൽ നമ്മളവിടെ വീട്ടിന്റെ ഫ്രണ്ട് ചെന്നിട്ട് അവളെ വിളിക്കും, അനുമോൾ ഞങ്ങൾ എത്തിയിട്ടുണ്ട്, ഒന്ന് ഗേറ്റ് തുറക്കണം. നമുക്ക് കേക്ക് മേടിക്കാൻ നമുക്ക് നേരെ ചെന്ന് വരട്ടെ. നമുക്ക് കേക്ക് മേടിക്കാൻ പോവാം. കേക്ക് മേടിക്കണം. കടയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അല്ലേ ഭവനും ശിവവാനി നേരത്തെ വന്ന ആൾക്കാർ എന്റെ വീട്ടില് നേരത്തെ പോയി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭവാനി ഭാവന എന്ന് പിള്ളേരെ പറഞ്ഞ് തിരിച്ചപ്പോൾ അവർ വീണ്ടും പറഞ്ഞു ഭവാനി. എല്ലാവർക്കും അറിയാടി. ഇപ്പം എനിക്ക് മെസ്സേജ് ജൂനിയേഴ്സ് സീനിയേഴ്സ് ചോദിക്കുന്ന അങ്ങനെ ഭവാനി എന്തേ. അടച്ചു പോയി. അങ്ങനെ കേക്ക് മേടിക്കാൻ വേണ്ടി നടക്കുകയാണ്. കേക്ക് മേടിക്കാൻ കയറിയിട്ടുണ്ട്. ഓറഞ്ച് വെച്ചേക്കെന്ന് പറഞ്ഞു. ബ്ലാക്ക് ഫോറസ്റ്റ്. ഹാപ്പി ബർത്ത്ഡേ ചെയ്യൂ. എന്നിട്ട് അവിടെ ആരൊക്കെ കാണുമെന്നറിയാം. ഇന്ന് ലീവ്, അത് വേറെ കാര്യം. ഇത് കാണിക്കുമ്പോ വിചാരിക്കും ഇത് മാത്രമേ മണ്ടിയാണല്ലേ. അയ്യോ, അവൾ ഓടി. Hey guys, happy birthday to you. Happy birthday to you. Happy birthday dear Anita. Happy birthday to you. ഞാൻ ആദ്യം ലിപ്സ്റ്റിക് ഇടാനോ എപ്പ ഇറങ്ങി എക്സ്പെക്ട് ചെയ്താ വരുമെന്ന്. യൂട്യൂബിൽ പോസ്റ്റ് സമയമൊക്കെ ഞാൻ നോക്കിയപ്പോ ആര് വരും. ഉച്ച കഴിയട്ടെ അതാ നമ്മൾ വിചാരിച്ചത്. ഇവിടെ 30-ാം തീയതി ഒരു അവധി ഉണ്ടെന്ന് പറഞ്ഞപ്പോ അപ്പൊ തന്നെ ഇവിടെ ഞങ്ങൾ കൊന്ന്. ഇങ്ങനെ കലണ്ടർ നോക്കിയപ്പോ 30 ശരിക്കും അവധിയാണ്. ഇവിടെ ഞാൻ ചോദിച്ചാ പറയാൻ മുന്നേ ഞങ്ങൾ വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവിടെ പോയി ഇവിടെ പൊങ്കാല ഇത് എന്തൊക്കെ അവിടെ അവര് മാറി ക്യാമറ നന്ദിയുണ്ട്. അത് ഇതും കൂടെ ശരിയാക്കാം. എന്ത് ചെയ്യാൻ പോവാ ഭവാനി? ഡ്രസ്സ് വാങ്ങണോടി, എനിക്ക് പ്രാന്ത് എടുക്കുന്ന പോലെ തോന്നുന്നു. യോ കൊടുത്തേ. അയ്യോ എന്നെ കണ്ടൂടാ.
നിന്നെ കാണിച്ചു സ്കൂളിൽ പോയില്ലേ? ഇന്നില്ല, ഇന്ന് നാളെ ഇന്നും അല്ല ഇന്നലെ ഇന്നും നാളെ ഇല്ല. അതെന്തുവാ ഇല്ലാത്ത എന്താന്ന് കൂടെ പറഞ്ഞോളൂ. എനിക്ക് അറിഞ്ഞൂടാ. പൂജ വെപ്പായോ ഉണ്ടായില്ലേ ക്ലാസ്സിനകത്ത്? എനിക്ക് ഇന്ന് അപ്പുക്കിളിയുടെ എന്തുവാ? ഹായ്. എന്ത് ചവിട്ടോടി ചിരിക്ക് 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 കുഴപ്പമില്ല. ഈ പരുവത്തില് സൈക്കിൾ മേടിക്കാവൂ. ഫോട്ടോ എടുക്കട്ടെ? ഫോട്ടോ എവിടെ അവിടെ നോക്കട്ടെ. എടുത്തേ എടുത്തേ. ലിയോ എവിടെ? ഒരു തരൂല പൊടി ബാക്കിയുണ്ടല്ലോ. കളയാനാണോടാ നീ മേടിച്ചേ? കളയാനല്ലേ നീ മേടിച്ചേ? പാപ്പ വഴക്ക് പറയുവേ. അപ്പാപ്പൻ വഴക്ക് പറയും. ഇതിൽ വെക്കട്ടെ. നോ നോ നോ. ലിയോ കുട്ടാ ബെല്ലടിച്ചേ 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 അടിക്ക് അടിക്ക് അടി. ഞാനും അപ്പം ചെയ്യുന്ന ഒരു കാര്യം കാണിച്ചെടുക്കാം. നമുക്ക് കേക്ക് മുറിക്കണ്ടേ? നമുക്ക് അപ്പുക്കിളിയുടെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കണ്ടേ? മുറിക്കണം. ഓക്കെ. നമ്മൾ കേക്ക് മുറിക്കൽ ചടങ്ങിലോട്ട് കിടക്കുകയാണ്. നിങ്ങൾ മൂന്നുപേരും അപ്പൂന്റെ കൈ വെച്ചു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ അനുമോൾ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓരോരുത്തരും എടുത്തിട്ട് പോണം. പിടിച്ചോ. പൊട്ടിക്കട്ടെ. എന്റെ പരിപാടിയാ. എനിക്കറിയില്ല. അവിടെ ഇത് കാണും ചിലപ്പോ. ടിപ്പ് കാണും. ഒരു സെലോട്ടേപ്പ് കൂടി കാണുമായിരിക്കും. ടീച്ചിങ് ഒക്കെ അല്ലേ? ടീച്ചറൊക്കെ വിചിലംബിച്ച് കാണിക്കും. അതെ.
ഇഷ്ടപ്പെട്ടാ ടിഷ്യൂ നമ്മളെ ബ്ലാക്കാ. ഞങ്ങൾ പൂജപ്പുര പോവാണ്. സെൽഫി എടുത്ത് സെൽഫി എടുക്കാം. നമ്മൾ പൂജപ്പുര പോവുകയാണ് guys. ഞങ്ങൾ വീട്ടിൽ കയറി അനുവിനെ തൂക്കിക്കൊണ്ട് പൂജപ്പുര പോവാൻ. വടകൾ ഇതാണ് അനുവിന്റെ നാട്. എല്ലാരും ഓർത്ത് ഞാൻ ബിഎഡിനൊക്കെ ജോയിൻ ചെയ്ത് നിങ്ങൾ അറിഞ്ഞിരുന്നു. അതെ, ആരാധകരുടെ അഭ്യർത്ഥന പ്രകാരം ബിഎഡ് ഏത് കോളേജാടി? ഫാത്തിമ മെമ്മോറിയൽ ട്രെയിനിങ് കോളേജ് മൈലപ്പുറം. അറിയാമോ? കൊല്ലമല്ലേ? കൊല്ലം 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 കൊല്ലങ്കാരിയാണ്. ഞാനും ഉടനെ കൊല്ലത്തോട്ട് വരും ഭവാനി. ഉടനെ വരാൻ പറ്റട്ടെ എനിക്ക്. ഞാൻ എന്നെ തന്നെ ആശംസിക്കുന്നു കൊല്ലത്തേക്ക് വരാനായിട്ട്. എനിക്ക് തോന്നുന്നത് 10-15 ഇവിടെ ഒരു കല്യാണമായി. ഇടി നീ നേരത്തെ ഒരാഴ്ച ഇവിടെ അല്ലേ എന്റെ കല്യാണമൊന്നും ഉടനെ കാണൂല. നമ്മൾ ബസ്സിൽ കയറിയിരിക്കുവാണ്. മനസ്സിലായോ? നല്ല തിരക്കുണ്ട് guys. നല്ല തിരക്കുണ്ട്. പക്ഷെ നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. പ്രോഗ്രാമിന് എല്ലാ വർഷവും നടക്കുന്ന പരിപാടി എന്നാണ് ഇവർ പറയുന്നത്. അതെ, എല്ലാ വർഷവും പൂജ നടക്കുന്ന പരിപാടിയല്ലേ. ഒടുക്കത്തെ തിരക്കാണ് guys. എന്റെ പരിപാടിയാണ്. ഇതെല്ലാം കാണാണ്. പക്ഷെ നല്ല ക്യൂ ഉണ്ട് guys. ഇവരെല്ലാരും ഫോർ ദിസ് ഡ്രാഗൺ ഫ്ലൈ. ആദ്യമായിട്ടല്ലേ കയറുന്നത്? ഞങ്ങള് നൈറ്റ് ഷോപ്പിങ്ങിന് ഇറങ്ങി. ഇവിടെ നല്ല തിരക്ക്. അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് പുറത്ത് വന്ന് ഒന്ന് വിശ്രമിക്കാണ്ടിരിക്കുകയാണ്. ഞാൻ വേറെ രണ്ടുപേരെ കാണാം. നമ്മൾ ഫ്രണ്ട്സിന്റെ സൈഡിലാണ് ഇവിടെ വേറൊരു സ്ഥലം. ഇന്ന് ഭാവനയായിരുന്നു വൺ ഷോപ്പിംഗ്. ഭാവന സാധനങ്ങളൊക്കെ എവിടെ?
ബാഗ് എല്ലാം എൻ്റെ ബാഗിൻ്റെ അകത്താണ്. ഇത് ഭാവനയുടെയാണ്. ഭാവന ഭയങ്കര കളക്ഷനാണ് ഇതിൻ്റെ. പിന്നെ അകത്തുണ്ട്, അത് കാണിച്ചിട്ടില്ല. സീക്രട്ട്, ടോപ്പ് സീക്രട്ട് കമ്മല്. ആ അമ്മയുടെ പേരും പറഞ്ഞ് അമ്മയുടെ പൈസ വാങ്ങിച്ചിട്ട് ഇവള് വാങ്ങിച്ചു. ആടി ഇവളങ്ങ് ചെയ്ത് കളഞ്ഞ്. ഇവളൊരു ദിവസം സാധനങ്ങളൊക്കെ മേടിച്ച് കുറെ കമ്മലൊക്കെ മേടിച്ചിട്ട് ഒരു ഐസ്ക്രീം മേടിച്ച്, ഐസ്ക്രീമിന്റെ കവറും ഈ കമ്മലുകളെല്ലാം കൂടെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ എറിഞ്ഞിട്ട് വന്ന് പകതുരത്തിട്ട് ചോദിക്കുക, എടി ഞാൻ കമ്മൽ വാങ്ങിച്ചില്ലേ, കമ്മൽ എവിടെ ആടി? നിങ്ങളാണെങ്കിൽ ആ വേസ്റ്റ് ബാസ്ക്കറ്റ് കാണുന്നവരെ വെയിറ്റ് ചെയ്യൂ. ഇല്ല, ഞാനത് കണ്ടിട്ട് ആ തീ കത്തിക്കുന്ന സ്ഥലത്താണ് കൊണ്ട് കളഞ്ഞ. അതുകൊണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു. ഇതിൽ നിന്ന് എന്ത് പാഠം? അവിടെ എവിടെയും കളയരുത്. തീ കത്തിക്കുന്നിടത്തോ വേസ്റ്റ് ബാസ്ക്കറ്റ്. ഇതിന് ബുദ്ധിയില്ല, മന്ദബുദ്ധിയാണെന്നും ഇത് ചെയ്യുന്ന വാങ്ങിച്ച സാധനം വേസ്റ്റിന്റെ കൂടെ ചുരുട്ടി കളഞ്ഞു. അതിനെ ശരിയാക്കുള്ളൂ. മറ്റേ ഇത് ഇപ്പൊ ഇവളായിരുന്നെങ്കിലും നിന്റെ അടുത്ത് കളഞ്ഞാണ്. ഞാനത് കളഞ്ഞില്ല, അതുകൊണ്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റി. നിന്നടുത്ത് കളഞ്ഞിരുന്നെങ്കിൽ അവിടെ വരെ നോക്കിയാൽ മതി. ഇത് എവിടം വരെ പോകണമായിരുന്നു നോക്ക്. ഇച്ചിരി കൂടി ദൂരം പോയാൽ മതി. ശരിയാണല്ല, നല്ല ദൂരം എന്നെ കൂടെ നടപ്പിച്ച് തിരിച്ച വേസ്റ്റ് ബാസ്ക്കറ്റ് വരെ പോയി. വേസ്റ്റ് ബാസ്ക്കറ്റ് അല്ലല്ലേ, തീ കത്തിക്കുന്നവരിടം. അവിടെ എടുത്ത് അങ്ങ് എറിഞ്ഞു കുണ്ടിൻ്റെ അകത്ത്. എന്നിട്ട് ഇറങ്ങിയെടുത്ത്. എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? നല്ല തൊണ്ടവേദന, പനിയുടെ ലക്ഷണം മണങ്ങുന്ന, കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു പുകപടലം ഇങ്ങനെ വരും, വായ്ക്കകത്ത് മൊത്തം ചൂടെടുക്കുന്നു. ഒന്ന് എവിടെയും കത്തിലെന്താ പോയി കിടക്കണം. ഞങ്ങൾ വീണ്ടും പോവുകയാണ്. അതെ, ഇന്നലെ ഞങ്ങൾ ഇവിടെ തന്നെ ആയിരുന്നു എന്ന് അറിയിച്ചു കൊള്ളുന്നു. ഞങ്ങളിവിടെ സ്റ്റേ ആയിരുന്നു. നല്ല പൂജപ്പുരയൊക്കെ പോയി അടിച്ചു കൊള്ളാവോ. ഇനി ഞങ്ങൾ നേരെ തിരിച്ചു പോകണം. അതെ, ഇവിടുന്ന് വെട്ട അപ്പുറം നിൽക്കായിരുന്നു. അതിനോട് ഞങ്ങളെ വണ്ടി കൊണ്ട് താച്ചോട്ട് ഓക്കെ, ബൈ ഗായ്സ്. ഇനി നമുക്ക് ഞാനിന്ന് എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് അറിയുന്നതിന് ഞാനിന്ന് വൈകിട്ടത്തെ 7:15 ട്രെയിനിൽ ചെന്നൈക്ക് പുറപ്പെടുകയാണ്. അതെ, കുട്ടി ഫ്യൂച്ചറിലെ 2 ദിവസം കഴിഞ്ഞ ടീച്ചറാണ് അനുജ ടീച്ചർ. നിങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനയും അനുഗ്രഹവും വേണം. അവിടെ ചെന്ന് വള്ളിയൊന്നും പിടിക്കാതിരിക്കാൻ. അതോടൊപ്പം തന്നെ എല്ലാവർക്കും പ്രാർത്ഥിക്കാം. സിംഗിൾ ആയിട്ടുള്ള ബാച്ചിലേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ യെസ്, ചെന്നൈ പട്ടണമല്ല, വാട്സപ്പ് നമ്പർ ഞാൻ താഴെ ഇട്ടുതരാം. ഇൻസ്റ്റാഗ്രാം ID മതിയോ? അനുജ അന്ന. ആകെ എത്ര പേരുടെ കാണുന്ന അച്ഛൻ്റെ ഫ്രണ്ട്സും അവരെ എന്റെ അയച്ചു കൊടുക്കും. പിന്നെ ലക്ഷ്മി മിസ് കാണും, വൈശാഖി കാണും, ക്യാവ്യ. അവരൊന്നും കണ്ടിട്ട് കാര്യമില്ല. ഇനിയിപ്പൊ തമിഴ് ബന്ധമാണ്. നിങ്ങളെ പുച്ഛിച്ച് അവരെന്തോ ഇവളെ തമിഴ് ബന്ധത്തിലേക്ക് പോകാൻ. ഇവര് രണ്ടുപേരും ആദ്യം ഇവരെ പഠിക്കാൻ പോവാണ്. ബൈ ഗായ്സ്, ബൈ ജ്യോതിർമയി. ഇനി ഗായ്സ് നമുക്ക് ജ്യോതിർമയുടെ എൻഗേജ്മെന്റ് ആണ് അടുത്ത വ്ലോഗ്. അത് അവള് തന്നെ എടുത്തിട്ട് നമുക്ക് അയച്ചു. അപ്പോഴായിരിക്കും ഞങ്ങളെ ഇത് അറിയുന്നത്. ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നത് ലോ ആൻഡ് ഓർഡർ തെറ്റിക്കുന്നതിന് തുല്യമാണ് ഗൈസ് എന്ന് പറയാൻ പറഞ്ഞായിരിക്കും. ഓൾ ദി ബെസ്റ്റ്. നീയാണ് മെയിൻ. വണ്ടി നീങ്ങുന്നില്ലടേ. നീ ഇപ്പൊ വരും. ബൈ ജ്യോതിർമയി. എന്നിട്ടുണ്ട് അടുത്ത ട്രിപ്പ് അടിക്കാൻ. ഞാൻ പോവാണ്. അവിടെ വെച്ചിട്ട് ഞാൻ നിന്നെ കാണും വീണ്ടും. പൊക്കോ.
ടാറ്റാ. ബൈ ഗൈസ്. ഇനി അടുത്ത് എന്നെയാണോ എന്നെ കൊണ്ടാക്കുന്നത്? അതെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രിപ്പ് കയറിക്കോ. അവരോട് നിൽക്കുവാണോ? ഞാൻ വിളിക്കാൻ പോയി. ഇതാണ് ഗൈസ് അനുജ വിരാജിന്റെ നാടാണിത്. ഹേ അനു, എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? സന്തോഷം, അതിനേക്കാൾ വിഷമം. എന്തിനാണ് വിഷമം? ഞാൻ പോകുന്നു, നിങ്ങളും പോകുന്നു. നിങ്ങളിപ്പോ പോകുന്നു, ഞാൻ വൈകിട്ട് പോകുന്നു. ഓ, നിങ്ങൾക്ക് വേണേ പോയിട്ട് തിരിച്ചു വരാം, പക്ഷെ ഞാൻ പോയിട്ട് തിരിച്ചു വരലില്ല. അതാണ് വിഷമിക്കണ്ട കേട്ടോ. വിഷമമൊക്കെ 2 ദിവസമേ ഉള്ളൂ. ബാംഗ്ലൂർ ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോ അതൊക്കെ അങ്ങ് മാറും. അപ്പൊ പിന്നെ നമ്മുടെ ഫോണൊന്നും എടുക്കത്തില്ല. അത് കഴിയുമ്പോഴത്തേക്ക് കോളൊക്കെ കണ്ടാലും മേളിൽ കൂടി കണ്ടിട്ട് വിടും. മെസ്സേജൊക്കെ ഞാൻ അടുത്ത ആഴ്ച എല്ലാവരും വിളിച്ചിരുന്നോ? ഞാൻ വേണമെങ്കിൽ വേണ്ടി ടെക്സ്റ്റ് ചെയ്തിട്ട് അപ്പൊ തന്നെ അസലിന്റെ ഗ്രൂപ്പിൽ നിന്ന് അഡ്മിൻ അനുജ വിരാജിനെ റിമൂവ് ചെയ്യും. അതെ, ഞാൻ പിന്നെ ബാംഗ്ലൂർ ഗ്രൂപ്പിൽ ജോയിൻ ആയതുകൊണ്ട് എനിക്ക് വലിയ വിഷമം. ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ടായല്ലേ, ബുദ്ധിമുട്ടാവും. ബാംഗ്ലൂർ ഗ്രൂപ്പ്, പാണ്ടി ഗ്രൂപ്പ് ഞാനുണ്ടായിരിക്കും. അതൊരു കുഴപ്പമില്ല. അപ്പൊ ഇനി ആ വഴിക്ക് അങ്ങനെ പൊക്കോട്ടെ. നമ്മൾ പോവുകയാണ്. അതെ, ഇവളുടെ അമ്മയും അനിയനും റെയിൽവേ സ്റ്റേഷനിൽ ഭവാനിയുടെ വീട്ടുകാരാണ് ഗൈസ്. ഇത് ഭവാനിയുടെ അമ്മ.